ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായ മാവിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു പഴുപ്പൊക്കെ വരാനായിട്ടുണ്ട്. എന്നാലും പച്ചമാങ്ങയെന്ന് വെച്ചാൽ പച്ചമാങ്ങയാണ്, പോത്തുമാങ്ങയെന്ന് വെച്ചാൽ പോത്തുമാങ്ങയാണ്. അങ്ങനെ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിക്കാണ്ട് നമ്മളൊരു പാൻ എടുത്തിക്കാണ്ട് അതിലേക്ക് ഇട്ടിക്കാണ്ട് നമ്മൾ ഈ പച്ചമാങ്ങേൻ്റെ ഒപ്പം നമ്മൾ വെള്ളം പാർന്നെടുക്കട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ്സാണ് പാർന്നിട്ടുള്ളത് കേട്ടോ. വെള്ളം മേറാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പാത്രത്തേക്ക് പാർന്നുകാണ്ട് നമ്മൾ ഗ്യാസിന് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വെന്തുക്കണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെന്ത് വരുന്നുള്ളൂ, വെന്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് സെറ്റായിക്കാണ്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പുറത്തേക്ക് കൊണ്ടുകാണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് അലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അലിക്കണ സാധനമൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ക്ലാസ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ അലിക്കുന്നത് കേട്ടോ. നല്ലോണം ഒടിയണം കേട്ടോ, അപ്പോഴേ ഇതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി നല്ലോണം ഉടക്കണുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ഒരു അരിപ്പ് കൊടുക്കാണ്ട് നമുക്ക് ഈ പാത്രത്തേക്ക് ഈ ഉടച്ച് ഈ മാംഗോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കാണണമെന്ന് വെച്ചാൽ അവങ്ങൾക്ക് അതിന്മേൽ ആദ്യം മാംഗോമ്മ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്മേൽ കുറേ നാരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളിപ്പോൾ അങ്ങനെ തിന്നുമ്പോൾ നമ്മളുടെ ചങ്കിൻ്റെ ഇടയ്ക്ക് കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അരിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് അരിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഇളക്കണത് ഞാൻ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിക്കാണ്ട് നമ്മളുടെ ഈ അരിച്ച ഈ മാംഗോ നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഫോൺ ഉണ്ടാവുകൊണ്ടാണ്, ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഇടുന്നതാവുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ ഇടും കേട്ടോ. നിങ്ങളുടെ മാംഗോൻ്റെ പുളിക്കനുസരിച്ച് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബിസ്തൻ്റെ ഇതാണ് ഇട്ടെടുത്തിരിക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ട്, കളറ് വേണമെന്നില്ല. അപ്പോൾ കളറ് വേണമെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ചേർത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. കളറിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തിന് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പാത്രത്തേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രം എടുക്കാം. ഞാൻ ഇപ്പോൾ ഈ പാത്രം എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് റൗണ്ടായി ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്കിത് പെട്ടെന്ന് ഉണങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ വെയിലത്തോ അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിലോ ഫ്രിഡ്ജിലോ ആയിട്ട് വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു ആകൃതിയിൽ മുറിച്ചിക്കാണ്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഇതാക്കട്ടോ. സത്യം പറഞ്ഞാൽ ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. എൻ്റെ അനിയത്തിയാക്കൊക്കെ പിന്നെയും കുറേയൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. എനിക്കെന്താ അറിയില്ല, തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോന്നില്ല കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ.